ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോലെസ് ലോയറിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹ്യങ്മാൻ്റെ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്തേക്ക് ജെയുടെ അമ്മ വന്ന് അവർ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ജെയും ബോങ്ങും തമ്മിലുള്ള സംസാരമൊക്കെ മറഞ്ഞു നിന്ന് ജെയുടെ അമ്മ നോക്കിയിട്ട് ജെയ് ഇത് നിന്റെ അമ്മയാണെന്ന് അവള് മനസ്സിൽ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബോങ്ങിന്റെ അങ്കിളായിട്ടുള്ള ഡേവ് വോങ്ങിന് ഹ്യങ്മാൻ്റെ ഫോണിൽ നിന്നിട്ടും ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ജെയുടെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് വായിക്കുന്ന ഡേവോങ് ആകട്ടെ അവന്റെ ആൾക്കാരെ വിട്ടിട്ട് ജെയുടെ അമ്മയുടെ ഇപ്പോഴത്തെ ലൊക്കേഷനും അഡ്രസ്സും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മളെ കാണിക്കുന്നത് ജെയുടെ അച്ഛനെ കാണണമെന്ന് ജഡ്ജ് ചാ പറഞ്ഞതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അവളുടെ മാൻഷനിൽ വെച്ച് മീറ്റ് ചെയ്യാണ്. ഈ ഒരു സമയത്ത് ഞാനാണ് ജെയുടെ സസ്പെൻഷനൊക്കെ ക്ലിയർ ആക്കിയിട്ട് അവൾക്ക് വീണ്ടും അവളുടെ ലോയർ ആവാനായിട്ടുള്ള റൈറ്റ് ഒക്കെ കൊടുത്തതെന്ന് ജഡ്ജ് ചാ പറയുന്ന സമയത്ത് ഇതൊന്നും അവൾ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവള് ബോങ്ങിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും അവൾ എത്രയും പെട്ടെന്ന് തന്നെ സിയോളിലേക്ക് അയക്കാനും അവൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ലോയർ ഫിർമിൽ തന്നെ ഞാൻ ജോലി റെഡിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ ജഡ്ജ് ചാ പറഞ്ഞിട്ട് ജെയുടെ അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും ജഡ്ജ് ചാ അവളുടെ സസ്പെൻഷനൊക്കെ ക്ലിയർ ചെയ്തത്. അങ്ങനെ ജഡ്ജ് ചാനെ കണ്ടിട്ട് അവളുടെ അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് എത്തിയിരിക്കുന്ന ബോങ്ങിനെയും ജെയെയും കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവരച്ഛൻ ഒന്നും തന്നെ അവരോട് പറയാതെ അകത്തേക്ക് കയറി പോകുമ്പോൾ ജെയ് അദ്ദേഹത്തിന്റെ പുറകെ ചെന്നിട്ട് സംസാരിക്കുമ്പോഴാണ് അച്ഛനിപ്പോൾ ജഡ്ജ് ചാനെ കണ്ടിട്ടാണ് വരുന്നതെന്ന് അവൾ അറിയുന്നത്. പുറകെ തന്നെ അവളുടെ ഒരു അച്ഛൻ നീ ഇവിടുത്തെ ജോലിയെല്ലാം മതിയാക്കി വേഗം തന്നെ സിയോളിലേക്ക് പോകണം, ജഡ്ജ് ചാ നിനക്ക് അവിടെ നല്ലൊരു ജോലി സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ വേറൊരു നിവൃത്തിയില്ലാതെ അമ്മയെ പെട്ടെന്ന് കാണാതായതിന് പുറകില് ജഡ്ജ് ചായാണെന്നും അവളെ ഒരിക്കലും വിശ്വസിക്കരുതെന്നും ജെയ് അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അതൊന്നും വിശ്വസിക്കാതെ അവളുടെ അച്ഛൻ അവളെ തന്നെ തല്ലിയിട്ട് നീ സിയോളിലേക്ക് പോകാനും ഇനി ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കണ്ടെന്നും പറയുമ്പോൾ പോവാൻ മറ്റൊരിടയില്ലാതെ അവൾ അവളുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വീണ്ടും ബൊങ്ങിന്റെ ഓഫീസിലോട്ട് കയറി വന്നിട്ട് അവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബൊങ് ആകട്ടെ അവളെ സമാധാനിപ്പിച്ച് അവൾക്ക് ഡ്രിങ്ക്സ് എല്ലാം കൊടുത്ത് ഓക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഓജു ആകട്ടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ ആൾക്കാരെ പറ്റിച്ചതിന്റെ പേരിൽ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സംഗിനെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ ഓജു സംഗിനെ പോയിട്ട് കണ്ടിട്ട് സംഗാകട്ടെ ഞാൻ നിന്റെ കൂട്ടത്തിലുള്ളതല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറക്കാനൊക്കെ അവനോട് പറയുമ്പോൾ ഈ ഒരു കുറ്റം നീ എങ്ങനെയെങ്കിലും ഏറ്റെടുത്തോളാനും അല്ലെങ്കിൽ നിന്റെ മകളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് അവന്റെ മോളുടെ ഒരു വീഡിയോ ഒക്കെ അവന് കാണിച്ചു കൊടുത്തിട്ട് 24 മണിക്കൂറും അവളുടെ പുറകിലായിട്ട് തന്റെ ആൾക്കാരെ താൻ അയച്ചിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി ആ ഒരു കുറ്റം അവനെ കൊണ്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് പ്രോസിക്യൂട്ടർ അവന്റെ അടുത്ത് വന്ന് സത്യം പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ആ ഒരു കുറ്റം താൻ തന്നെയാണ് ചെയ്തതെന്നും ഓജുവിന് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും ആ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള സംഘ് ഏറ്റു പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പ്രോസിക്യൂട്ടറിനാകട്ടെ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓർഡർ കിട്ടിയതും പ്രതിയായിട്ടുള്ള നമ്മുടെ സംഘിനെ കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് ഓജു വിസിറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ട് അദ്ദേഹം ചീഫ് പ്രോസിക്യൂട്ടറെ പോയിട്ട് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നും തന്റെ പെർമിഷൻ ഇല്ലാതെ ആ ഒരു പ്രതിയെ എന്തിനാണ് ഓജു വന്ന് വിസിറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മര്യാദയ്ക്കുള്ള ഒരു റിപ്ലൈ കൊടുക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നീ ഇടപെടണ്ടെന്ന് ആ ഒരു ചീഫ് പ്രോസിക്യൂട്ടറും അവന്റെ അടുത്ത് പറയാണ്. ഇതിലൂടെ തന്നെ കീസിയോങ്ങിലുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് ആ ഒരു പ്രോസിക്യൂട്ടർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു പ്രോസിക്യൂട്ടർ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് ബൊങ് ആയതുകൊണ്ട് തന്നെ നേരെ തന്നെ ബൊങ്ങിന്റെയും ജെയുടെ ഓഫീസിലേക്കൊക്കെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്താണ് അവരുടെ ഓഫീസിന്റെ സൈഡിലായിട്ട് ജെയുടെ അമ്മ എത്തിയതും ബൊങ്ങിന്റെ അങ്കിളായിട്ടുള്ള ഡേവ് വോങ് അവളെ പറ്റി കണ്ടുപിടിച്ച ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അവളുടെ പേര് പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ മനസ്സിലായതെന്നും നിങ്ങൾ ആരാണെന്നും ഇപ്പൊ ജെയുടെ അമ്മ ചോദിക്കുമ്പോൾ ഹ്യങ്മാൻ ആണ് എന്നോട് നീ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞതെന്നും നിങ്ങളുടെ മകളായിട്ടുള്ള ജെയുടെ ബോയ്ഫ്രണ്ടിന്റെ അങ്കിളാണ് ഞാനെന്നും അവൻ ഇപ്പോൾ അവളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രല്ല നീ ഇപ്പൊ ജീവനോടെ ഉണ്ടെന്നുള്ള ആ ഒരു കാര്യം ജഡ്ജ് ഷാന്റെ ആൾക്കാരെങ്ങാനും അറിഞ്ഞാൽ പിന്നെ അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും അതുകൊണ്ട് അബദ്ധമൊന്നും കാണിക്കേണ്ടെന്നും നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് അവർക്കെതിരെ പ്ലാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ജെയുടെ അമ്മയും ഡേവുങ്ങിന്റെ ഒപ്പം കൂടാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് ജഡ്ജ് ഷായുടെ ആ ഒരു മാൻഷനിലാകട്ടെ ഇപ്പൊ ഓജു എത്തിയിട്ട് തന്റെ ഓജു എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ഷെയർസ് എല്ലാം ഇപ്പൊ ജഡ്ജ് ഷായുടെ അച്ഛന്റെ ആ ഒരു ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജഡ്ജ് ഷായുടെ അസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന യോൺഹിയുടെ അമ്മയാകട്ടെ ജഡ്ജ് ഷായും അവളും തമ്മിൽ പേഴ്സണൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഓജുവിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ തന്നെ ആ ഒരു കണ്ണ് കാണാത്ത ലേഡിയുടെ അടുത്ത് പോയിട്ട് അവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഓജു പറഞ്ഞിട്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവന്റെ ചെവിയിലേക്ക് വിളിച്ച എത്തിച്ചത് എന്ന് ആ ഒരു ലേഡി പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഓജു ഗ്രൂപ്പ് എല്ലാം ഇപ്പോൾ ജഡ്ജ് ഷായുടെ കയ്യിൽ എത്തിയിരിക്കുന്ന കാരണം ജഡ്ജ് ഷാ ഇപ്പോൾ എത്രമാത്രം പവർഫുൾ ആണെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബൊങ്ങും ജെയും.
ഇതേ സമയത്ത് തന്നെ ബൊങ്ങിന് ഓജുവിന്റെ ഒരു കോള് വന്നിട്ട് അവൻ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തനിക്കെതിരെ ഇപ്പോൾ ഒരു 8ന്റെ പണി തന്ന കാരണം കൊണ്ട് നിനക്കെതിരെയും നിന്റെ വക ഒരു സമ്മാനം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിനക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും നീ ഒന്ന് ശ്രദ്ധിച്ചോളാനും പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുമ്പോൾ അത് കേട്ട് അവൻ ജയ്യെ തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജയ്യെ ആയിരിക്കും ഓജുവിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഒരു ഓഫീസിൽ കിടക്കാണ്ട് അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആ ഒരു ലോൺ ഷാർക്കിന്റെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് ഇന്ന് നിന്നോളാനും ഈടെടുത്ത് പറഞ്ഞ് വളരെ ടെൻസ്ഡായിട്ട് അവൻ നേരെ അവന്റെ അങ്കിളായിട്ടുള്ള ഡേവുനെ വിളിച്ച് അദ്ദേഹമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇനി റിവെഞ്ച് ഒന്നും വേണ്ട, നിനക്ക് അവളെയും കൂട്ടി സമാധാനമായിട്ട് ജീവിച്ചാൽ പോരെ, ഓജുവിനെയും ജഡ്ജ് ചാടിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാന്ന് അങ്കിള് അവനോട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാതെ ഇത്രയും വർഷങ്ങളായിട്ട് താൻ കാത്തിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്നും ഇതിന്റെ അറ്റം കണ്ടിട്ട് എന്തായാലും ഞാൻ ഇനി വിശ്രമിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓജു അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ജയുടെ ലൈഫ് ഇപ്പൊ റിസ്കിലാണെന്നും പറഞ്ഞ് അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവന്റെ അങ്കിളായിട്ടുള്ള ഡേവുങ്ങിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡേവുങ് നീ അതിനെപ്പറ്റി ആലോചിച്ച് പേടിക്കേണ്ടെന്നും അത് ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് അവൻ ഉറപ്പും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുന്നതൊക്കെ ദൂരെ നിന്ന് ഒരു ഗുണ്ടാത്തലവൻ ഓജുവിനെ അറിയിച്ച് അവരുടെ പ്ലാൻ വർക്കൗട്ടായി എന്നും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഡേവോങ് ആകട്ടെ ജയ് ജോലിക്ക് പോകുന്ന നോക്കിയിട്ട് അവളെ ഫോളോ ചെയ്ത് അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഗുണ്ടാത്തലവന്റെ 2 വണ്ടികളെ വന്ന് അവന്റെ വണ്ടിയെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് അവനെയും പിടിച്ചിട്ട് ഓജുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയത്ത് മിസ് നാം ആകട്ടെ ജഡ്ജ് ഷാക്ക് വേണ്ടി പുതിയതായിട്ട് മസാജ് ചെയ്യുന്ന ഒരാളെ നോക്കി പോകുമ്പോൾ അവിടെ ഡേവോങ്ങിന്റെ പ്ലാൻ അനുസരിച്ച് ജോലിക്കായിട്ട് ജയുടെ അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഓജുവിനെതിരെയുള്ള കേസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ ഒരു സ്പൈ ആയിട്ട് അവര് യോൺഹിയെയും പ്രോസിക്യൂട്ടറായിട്ട് അയച്ചിരിക്കുകയാണ്. ആ നേരം തന്നെ ജഡ്ജ് ഷായുടെ മാൻഷനിൽ പുതിയ ജോലിക്കാരിയായിട്ട് ജയുടെ അമ്മ കയറിയതും നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും ഡേവുങ്ങിനെ കാണിക്കുന്നുണ്ട്. ഓജുവിന്റെ ഗുണ്ടകള് ഇപ്പൊ ഡേവുങ്ങിനെയും കൂട്ടിയിട്ട് അവനെ കാണാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഓജു ആകട്ടെ ഡേവുങ്ങിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും ബൊങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനെയും കൂട്ടിയിട്ട് നേരെ സിയോളിലേക്ക് പോവാനും ഇവിടെ കിടന്ന് അധികം കളിക്കണ്ടെന്നും പറയുമ്പോൾ 18 വർഷമായിട്ട് അവൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്നും അവൻ എന്തായാലും ഒരിക്കലും നിന്റെ ഡെഡ് ബോഡി കാണാതെ ഇവിടെ നിന്ന് പോയില്ലെന്നും പറയുമ്പോൾ ഡേവോങ് എന്തായാലും ഒരു കോംപ്രമൈസിന് തയ്യാറാവില്ലെന്ന് ഉറപ്പിച്ചിട്ട് അവന്റെ ആൾക്കാരെ വെച്ച് ഡേവോങ്ങിന്റെ കഴുത്തിലേക്ക് തന്നെ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ട് അവനെ ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഡേവോങ് കണ്ണു തുറക്കുന്നത്. അവൻ എഴുന്നേക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ അപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അവന്റെ ബോഡി ഒന്ന് ചലിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഗുണ്ടാത്തലവനാകട്ടെ ബൊങ്ങിനെ വിളിച്ചിട്ട് നിന്റെ അങ്കിള് ദേ ഇവിടെ മരിക്കാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ അവനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുമ്പോൾ എന്ത് വന്നാലും നീ ഇങ്ങോട്ട് വരരുത് എന്ന് ഡേവുങ്ങും ബൊങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ജെയ്യുടെയും അവന്റെ അസിസ്റ്റന്റിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ബൊങ് അവന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞ് എന്തൊക്കെ ഉണ്ടായാലും ജെയ്യെ നീ പ്രൊട്ടക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നേരെ അവന്റെ അങ്കിളിന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്ന നേരം പ്രശ്നങ്ങളൊന്നും അറിയാതെ എന്താ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവാതെ ആരും തന്റെ അടുത്ത് തുറന്നു പറയാനായിട്ട് ജെയ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ അവൻ അവിടെ നിന്ന് വേഗത്തിൽ പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലാഷ് ബാക്കിൽ അവന്റെ അങ്കിളും തമ്മിലിരുന്ന് സംസാരിക്കുന്നതും അങ്കിള് വലുതാവുമ്പോൾ നീ ഒരു നല്ല ലോയർ ആയിരിക്കണമെന്നും ആവശ്യം വരുമ്പോൾ മാത്രം നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അങ്കിള് പറഞ്ഞ് അവൻ ഉപദേശിക്കുന്നതും ഒക്കെ ഇപ്പൊ ബൊങ് ആലോചിക്കുകയാണ്. അങ്ങനെ പ്രസന്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ സംഗ്പില് അവന്റെ അങ്കിളിനെ കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ റൂഫിലേക്ക് എത്തിയിരിക്കുമ്പോൾ അവൻ കാണുന്നത് അവന്റെ അങ്കിളിനെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു എഡ്ജിലായിട്ട് കയറ് കൊണ്ട് കെട്ടി താഴേക്ക് ഇട്ടിരിക്കുന്നതാണ്. അങ്ങനെ വേഗം തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും അടിച്ചിട്ട് അങ്കിളിനെ രക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഒരാളെ അവൻ കുത്താനായിട്ട് പോയെങ്കിലും പിന്നീട് എന്തോ ആലോചിച്ച് അവൻ ആ ഒരു കത്തി വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ അങ്കിളിനെ രക്ഷിക്കാനായിട്ട് അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ബാക്കിൽ നിന്ന് ആ ഒരു ഗുണ്ടാത്തലവൻ വന്ന് അവന്റെ അങ്കിളിനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കയറൊന്നും വീടിയിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ അങ്കിള് ആ ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് താഴേക്ക് വീഴാൻ നിൽക്കുന്ന നേരം പൊങ്ങ് ഓടി വന്ന് ആ ഒരു കയറിന്റെ അറ്റം പിടിച്ച് പയ്യെ പയ്യെ അവന്റെ അങ്കിളിനെ മേളിലേക്ക് വലിച്ചു കയറ്റാനായിട്ട് ട്രൈ ചെയ്തിട്ട് ഏറ്റവും അവസാനം അങ്കിളിന്റെ കൈയും പിടിച്ച് അവൻ അങ്കിളിനെ ടെറസിലേക്ക് കയറ്റാൻ നിൽക്കുന്ന സമയത്താണ് അങ്കിള് അവനോട് ആ ഒരു റോപ്പ് വിടാനായിട്ട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മേത്തായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചുറിയും അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. താൻ എന്തായാലും മരിക്കാൻ പോവാണെന്നും അതുകൊണ്ട് എന്നെ രക്ഷിക്കേണ്ടെന്നും ആ ഒരു ഡ്രോപ്പ് വിടാനും അവന്റെ അങ്കിള് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ചെയ്യാതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അവൻ അങ്കിളിനെ രക്ഷിക്കാനായിട്ട് അവന്റെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം നമ്മുടെ ബൊങ്ങ. മാത്രമല്ല ഇങ്ങനെ ഒരു സമയത്ത് തന്റെ അമ്മയെ തനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയില്ലെന്നും അങ്കിളിനെങ്കിലും ഞാൻ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഒരുപാട് ആ ഒരു റോപ്പ് വലിച്ച് അങ്കിളിന്റെ മേളിലേക്ക് കയറ്റാനായിട്ട് ട്രൈ ചെയ്തെങ്കിലും നീ നല്ലൊരു ലോയർ ആവണമെന്നും ജീവിതത്തിൽ നിനക്ക് സന്തോഷം ഉണ്ടാകട്ടെ എന്നും പറഞ്ഞിട്ട് അവന്റെ അങ്കിള് അവന്റെ കൈ തന്നെ ബൊങ്ങിന്റെ ടൈറ്റായിട്ട് പിടിച്ചിരുന്ന ആ ഒരു കൈകളിൽ നിന്ന് വിടിപ്പിച്ച് അവൻ നേരെ തന്നെ താഴോട്ട് വീണ് പോകുന്നുണ്ട്. ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ പാവം നമ്മുടെ ബൊങ്ങ് അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പിന്നീട് പോലീസ് അവിടേക്ക് എത്തിയിട്ട് അവിടെ ഷോക്ക്ഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ബൊങ്ങിനെ തന്നെ അവന്റെ അങ്കിളിനെ കൊന്നു എന്ന് പറഞ്ഞ് കുറ്റം ചാർത്തിയിട്ട് മർഡറർ ആക്കിയിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതേസമയം ലോ ഫോമിൽ വെച്ച് ഈ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ജെയും അവന്റെ അസിസ്റ്റന്റും ആകെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ന്യൂസ് ടിവിയിലൂടെ ഒക്കെ പോകുന്നത് ജഡ്ജ് ഷാ കാണുന്നുണ്ടെങ്കിലും അവളെ സംബന്ധിച്ച് അതിൽ സന്തോഷിക്കാതെ എന്തോ വളരെ സീരിയസ് ആയിട്ട് ഉള്ളൊരു മുഖം കൊടുത്ത് അവള് ആ ഒരു ന്യൂസ് കേട്ട് ഇരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഓജുവിനെ കാണിക്കുകയാണെങ്കിൽ താൻ എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അത്രയും സന്തോഷത്തോടെ തന്റെ ശത്രുവിനെ വീഴ്ത്തി എന്നൊരു സന്തോഷത്തിൽ അവനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ജെയി വീണ്ടും ഒരു ലോയർ ആയിട്ട് ബൊങ്ങിന് വേണ്ടി വാദിച്ച് സത്യം തെളിയിച്ച് അവനെ നിരപരാധിയാക്കി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉറപ്പിച്ച് അവളുടെ യൂണിഫോം എല്ലാം ഇട്ട് ആ ഒരു കോർട്ട് റൂമിലേക്ക് കയറി പോകുന്നതും അവിടെ വെച്ച് ഒരു പ്രിസണറിന്റെ ആ ഒരു ജയിൽ യൂണിഫോമിൽ ബൊങ്ങ് വന്നിട്ട് അവളെ നോക്കി ചിരിക്കുന്നതും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്.